ശ്രീരാമനാമം ജപസാരസാഗരം. രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകിഗോകുലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണിത്. അതാണ് സുന്ദരകാന്ഡം. ആ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ അത്രയും മനോഹരമാണ്. ശ്രീ ഹനുമാൻ സീതാദേവി അന്വേഷിച്ച് ലങ്കയിൽ പോകുന്നു. 100 യോജന സമുദ്രം തരണം ചെയ്തിട്ട് സീതാദേവിയെ കണ്ട് അടയാളമായിട്ടുള്ള അങ്കുലീയം, ശ്രീരാമൻ്റെ നാമം കൊത്തിവെച്ചിട്ടുള്ള അങ്കുലീയം കൊടുത്ത് ചൂടാരത്നം കൊണ്ട് തിരിച്ചു വരുന്ന ഭാഗം. ഇതാണ് സുന്ദരകാന്ഡം. വളരെ വിശേഷപ്പെട്ടതാണ്. കളകാഞ്ചി വൃത്തം ത്തിലാണത് പറയുന്നത്. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. സമുദ്ര ലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കവിവരരോടമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതിജബലമമ്പരേ മാനേന പോകുന്നിതാശരേശാലയേ അജതനയതനയ ശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനൊടു വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. ശ്രീരാമൻ്റെ നാമം ജപിച്ച ഈ ജനനം മരണം എന്നുള്ള ഈ ചക്രം, സംസാര ചക്രത്തെ ഭേദിക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ശ്രീരാമൻ്റെ ദൂതനായി പോകുന്ന എനിക്ക് ഈ സമുദ്രം തരണം ചെയ്യാൻ യാതൊരു പ്രയാസമില്ല, നിങ്ങളെല്ലാവരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ള വാനരന്മാരോട് പറഞ്ഞ് ഹനുമാൻ ആ അക്കരയ്ക്ക് കുതിക്കുകയാണ്. അതാണ് പറഞ്ഞത്. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. ആ ജന്മത്തിൽ തന്നെ ആ ഭഗവാന്റെ നാമം സ്മരിച്ചു കഴിഞ്ഞാൽ, ഭഗവത് കഥകളെ ചൊല്ലുന്ന, ഭഗവാനെ ഉപാസിക്കാൻ, രാമനെ ഉപാസിക്കുന്ന ഒരാളുടെ ജീവിതം ആ ജന്മത്തോടു കൂടി അവസാനിക്കുകയാണ്, മുക്തി നേടുന്നർത്ഥം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദതി സർപ്പതി തരിതും നിങ്ങൾക്ക് ഈശപ്രവരരെ ഖേദിയായി ഗേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാഘ്രിയായൂർധനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ സമയത്ത് മാർഗവിഘ്നം ചെയ്തുകൊണ്ട് പലരും വരുന്നുണ്ട്, പരീക്ഷിക്കാൻ വന്നവരുണ്ട്, അതായത് സഹായിക്കാൻ വരുന്നവരുണ്ട്, ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി ഒരു രാക്ഷസിയും തടുത്തുകൊണ്ട് ഭക്ഷിക്കാനായിട്ട് വരുന്നു. ആ വക മാർഗങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഹനുമാൻ അക്കരയ്ക്ക് ബുദ്ധി, തൻ്റെ വിവേകം, ബുദ്ധി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ വിഘ്നങ്ങളെല്ലാം തരണം ചെയ്യുന്നു. മാർഗവിഘ്നം പദകപതിരിവ പവനസുതനഥ വിഹായ ശാഭാനുബിംബാഭയാവോകും ദശാന്തരേ അമരസമുദയമനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജ മതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരീകെന്നതു കേട്ടവൾ ഗഗനപതി പവനസുത ജപഗതി മുടക്കുവാൻ ഗർഭേന ചെന്നുതൽ സന്നിധോ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കബീവര. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്കനേ. മമവദന കുഹരമതിൽ വിരവിനോടു പൂക നീ മറ്റൊന്നുമോർത്തുകാലം കളയായി കെടൂ. സരസമിതേരവസതരമതനു സുരസാഗിരം കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപൻ അമരപുരുഷാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശോവാ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘൂപതിയോടറിയിച്ചു ഞാൻ. തവ വദനകുഹരമതേൽ അപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ. അതായത് ഞാൻ സീതാന്വേഷണത്തിന് പോവുകയാണ്. അതിനുശേഷം ലങ്കയിൽ ചെന്ന സീതയെ കണ്ട് ആ വർത്തമാനം ഞാൻ ശ്രീരാമനെ അറിയിച്ച് അതിനുശേഷം നീ എന്നെ ഭക്ഷിച്ചോളൂ. സുരസാദേവി പറയാണ്, ഈ വഴി കൂടെ നടക്കുന്നവരെ ഭക്ഷിക്കാനാണ് ബ്രഹ്മാവ് എനിക്ക് കൽപ്പിച്ചത്. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ ഭക്ഷിക്കാം. എൻ്റെ വദനത്തിൽ നീ വന്ന് തരണം എന്ന് പറയണം. അതായത് ഞാൻ നിന്നെ ഇപ്പോൾ ഭക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഹനുമാൻ പറയുന്നത്, ഞാൻ സീതാന്വേഷണത്തിന് വേണ്ടി ലങ്കയിൽ പോകുന്നു, ശ്രീരാമൻ്റെ കാര്യത്തിന് വേണ്ടി. അവളെ ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ട് അതിനുശേഷം ആ വിവരം വന്ന് തിരിച്ചറിയിക്കുന്നു ശ്രീരാമനെ. അതിനുശേഷം ഞാൻ തീർച്ചയായിട്ടും നിൻ്റെ അടുത്ത് വരാം, അന്നേരം നിനക്ക് എന്നെ ഭക്ഷിക്കാം എന്നാണ് ഹനുമാൻ പറയുന്നത്. തവവദന കുഹരമതിൽ അവഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ. അനൃതമകതളിൽ ഒരു പൊഴുതുമറിവീലഹം ആശുമാർഗം ദേഹി ദേവേ നമോസ്തുതേ. ഒരിക്കലും ഒരു അനൃതം, കളവ് ഞാൻ വെറുതെ കള്ളവല്ല പറയുന്നത്, സത്യം തന്നെയാണ്. ഞങ്ങൾ സത്യത്തിൽ നിൽക്കുന്നവരാണെന്ന് പറയണം. ഞാൻ സത്യത്തെ ലംഘിക്കുന്ന ആളല്ല എന്ന് ഹനുമാൻ. അതുകൊണ്ട് ദേവി ഞാൻ നമസ്തുതേ എന്ന് പറഞ്ഞാൽ ദേവി ദേഹി ആശുമാർഗം ദേഹി ദേവി നമസ്തുതേ, എനിക്ക് വഴി തരൂ എന്ന് പറഞ്ഞിട്ട് ആ ദേവിയോട് വിനയമായി സംസാരിച്ചു ഹനുമാൻ. തദനു കപികുലവരൻ അവളോട് അവളുമുര ചെയ്തിതു ദാഹവും ചുത്തും പൊറുക്കരുതീതുമേ. മനസ്സി തവ സുദൃഢമിതയതി സപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. വിശപ്പും ദാഹമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പം തന്നെ എനിക്ക് ഭക്ഷണം വേണം എന്നുള്ള അർത്ഥത്തിൽ സുരസയുടെ വാക്ക് കേട്ട് പറഞ്ഞു. എന്നാൽ ശരി, വായ തുറന്നോളൂ. അതിവിപുലമുടലുമൊരു യോജനായ അമമായ അശുഗനന്ദനൻ നിന്നത് കണ്ടവൾ. ഒരു യോജന വിസ്താരത്തിൽ തൻ്റെ ശരീരം വലുതാക്കി കാണിച്ചു ഹനുമാൻ. എന്നിട്ട് വായ തുറക്കാൻ പറഞ്ഞപ്പോൾ സുരസാദേവി തൻ്റെ വായയ്ക്ക് 2 യോജന വിസ്താരം കൂട്ടി.
ആശുകനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരവദന വിവരമുടനാകുലം അത്ഭുതമായ 5 യോജന വിസ്തൃതം. 5 യോജന വിസ്താരം കൂട്ടി തൻ്റെ വായിക്ക്. പവനസുതനുമതേനു ജഡതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജന വായുമായി മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമലനരുതു ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നേടിനാൾ. അതുപൊഴുതു പവനസുതൻ അതികൃശ ശരീരനായ അങ്കുഷ്ടതുല്യനായുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനു മുരുതര തപോബലാൽ തത്ര പുറപ്പെട്ടു ചൊല്ലിനാൻ. ശൃണു സുമുഖേ സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസി ചെയ്യുകളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമനത ശാന്തരേ പേർത്തും ചിരിച്ചോ പറഞ്ഞു സുരസയും. വരിക തവ ജയ മതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയോടഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേകവേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപഥി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയോ മജലവജരനോടു ചൊല്ലിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ. സൽക്കാരത്തിന് വരാണ്. ആരാണ്? ജലനിധി, സമുദ്ര പറയാണ്. സാഗരം പറയുന്നു മൈനാകപർവ്വതത്തോട്. ആ മൈനാകപർവ്വതം ആ സമുദ്രത്തിൽ ഒളിച്ചു കിടക്കുകയാണ്. പണ്ട് ദേവേന്ദ്രൻ എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് വെട്ടിയിരുന്നു. അത് ഭയപ്പെട്ട് ഈ മൈനാകപർവ്വതം ഹിമാലയത്തിൻ്റെ മേനയുടെ പുത്രനാണ്. ആ പാർവതി പുത്രിയാണല്ലോ. അതേപോലെ തന്നെ മൈനാകപർവ്വതം സഹോദരനാണ് പാർവതിയുടെ. ഹിമാലയത്തിൻ്റെ പുത്രനാണ്. ആ മൈനാകപർവ്വതം സമുദ്രത്തിൽ ഒളിച്ചു കിടക്കുകയാണ് ഇന്ദ്രനെ ഭയന്ന്. ചിറകുണ്ട് ഇപ്പോഴും. സാഗരം മൈനാകപർവ്വതത്തിനോട് പറയുന്നു, ശ്രീരാമൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നു ഈ ഹനുമാന് ഇടയിലൊരു തളർച്ച ഇല്ലാത്ത വിധത്തിൽ നീ പോയിട്ട് തളർച്ച തീർക്കണം. അവിടെ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം എന്ന് പറയുകയാണ് സാഗരം. സഗരപുത്രന്മാരാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് സാഗരം എന്ന് പറയുന്നു. ആ സഗരവംശത്തിലാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ കാര്യത്തിന് പോകുന്ന ആ ശ്രീരാമൻ്റെ ദൂതനായ ഹനുമാനെ നീ സൽക്കരിക്കണം എന്നാണ് പറഞ്ഞത്. സഗരനരപതീരനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ലതൽ കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരിതനയനഹമറിക കവിവീരാനിയന്മേലിരുന്നു തളർച്ചയും തീർക്കെടു. സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊള്ളുകെടോ. അമൃതസമജലവും അതിമധുരമധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുകനേ. അത് കേട്ടപ്പോൾ ഹനുമാൻ പറയുകയാണ്, അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായ ആശുപോകും വിധോ പാർക്കരുതെങ്കുമേ. ശ്രീരാമൻ്റെ കാര്യത്തിന് പോകുമ്പോൾ വഴിയിൽ എവിടെയും താമസം വരാൻ പാടില്ല. ശയനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കലോ വിശ്രമമോ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. അതെല്ലാം ശ്രീരാമൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം. അതാണ് പറയുന്നത്, അലമലമിതരുതരുത് രാമകാര്യാർത്ഥമായ ആശുപോകും വിധോ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുക എന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനുമനില സമമുടറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ.
തദനു ജലനിധിയിലതിഗഭീരദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹീണിയും സരിതധിപനുവരെ പരിചോടുപോകുന്നവൻ തന്നിഴലാശോ പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവ അംഘ്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരിശിരസേ രവിയും പ്രവേശിച്ചിതോ ചാരുലങ്കാഗോപുരാഗ്രേ കവീന്ദ്രനും. അസ്തമയ പർവ്വതത്തിൽ സൂര്യൻ അസ്തമിച്ചു. അതായത് അസ്തമിക്കാറായി. ആ ലങ്കാഗോപുരത്തിൽ ഹനുമാനും എത്തിച്ചേർന്നു. ദശവദന നഗരമതി വിമല വിപുല സ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമദലയുധ വിടവി സങ്കുലം വല്ലീകുലാവൃതം പക്ഷീമൃഗാന്വിതം മണികനകമയമരപുര സദൃശം അമ്പുതി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതോ ലങ്കാനഗരം നിരൂപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ജഡതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസേ നിശിചരപുരേ കൃഷരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ലങ്കാലക്ഷ്മി മോക്ഷം. പ്രകൃതി ജപലനും അധിക ജപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകളടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനഞ്ജസാ നിർഭയം ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനിചരി വേഷമായി കാണായിതാശുലങ്കാശ്രീയേയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. അസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും. രഘുകുലജവര സജീവവാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനടോ തവാ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവ ധാതാവുതാൻ പേരാ പറഞ്ഞിതെന്നോടിതോ മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനൻ അവനീലവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യയേ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി. ജനകനൃപവരനു മകളായി നിജമായയും ജാതയാം പന്തിമുഖ വിനാശത്തിനായി സരസിരുഹ നയനനടവീലഥ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ. ദശവദനൻ അവനിവകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി ബുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ. സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂ മേഘൻ തവാന്തികെ. കലഹം അവനോട് ചെടുത്തി തുടരുമലവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോട് ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും. ഒരു കവിയോടൊരു ദിവസമടിചെടുതി കൊൾകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും. കരുണയോട് ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. രഘുപതിയോടിനിയൊരിടയൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാർജിതയായി തിന്നെടോ. നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചരാഭവതു ഭാഗ്യം ഭവാനിനി പാരാതി ചെന്ന് കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപുദശമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപാസംകുലേ നവകുസുമദല സഹിത വിടവിയുത ശിംശപാനാമവൃക്ഷത്തിൻ ചുവട്ടിലതീഷുജ
നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നെടൂ നിർമ്മലഗാത്രിയാം ജാനകീ സന്തതം. ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയ അമ്പുധീയം കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ സ്വസ്ഥിരത്യുത്തമോത്തം സമേ. ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാസന്ദർശനം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാത്രിമേലുല്ലംഘിതേപ്തോപവനാത്മജന്മന. ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനക നരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. ഹനുമാൻ ലങ്കയിലെത്തിയ സമയത്ത് സീതയ്ക്ക് ഇടതുവശം വിറച്ചു. സ്ത്രീകൾക്ക് അത് നല്ലതാണ്. അതേമാതിരി ആ രാവണനും ഇടതുവശം വിറച്ചു. പുരുഷന്മാർക്കത് ദോഷമാണ്, ചീത്തയാണ്. ശ്രീരാമൻ്റെ വലതുഭാഗമാണ് വിറച്ചതെന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. അതാണ് പറഞ്ഞത് ഇവിടെ. ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലും. ജനക നരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തതനു കവികുലപതി കടന്നിതൂലങ്കയിൽ താനതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതരവികിരണ ചുരുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ. ദശവദന മണിനിലയമായിരിക്കും മമാദേവിയിരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. ഉടമയൊടു മസുരപുരി കനിവിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമസലിരയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവബലപതികൾ ഭവനങ്ങളും സൗവർണശാലധ്വജ പതാകങ്ങളും. ദശവദന മണിഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ. കുസുമജയ സുരഭിയുടെ ഭവന നദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരുതര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. അന്വേഷിച്ച് നടന്നിട്ട് വായു ഭഗവാനാണ് അവിടെ ഉദ്യാനത്തിലുള്ള പലതരത്തിലുള്ള ആ പൂക്കളുടെ മണം അത് കൂട്ടിക്കൊണ്ടുപോയി. സുരഭി കുസുമജയ സുരഭിയുടെ പവന നദി ഗൂഢമാണ്. അങ്ങനെയുള്ള ആ അതിഗൂഢമായിട്ട് പവനദേവൻ, അതായത് വായുദേവൻ ഹനുമാനെ തടഞ്ഞു കൂട്ടിക്കൊണ്ടിട്ട് സീതാദേവിയെ കാണിച്ചു കൊടുക്കാൻ. ഉപവനവും അതിലെ തരുപ്രവരങ്ങൾ നിൽക്കുന്ന പോലെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് തന്നെ. അതിൽ ഏറ്റവും വലിയ ശിംശപാ വൃക്ഷവും ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന അഖില ജഗദീശ്വരിയായ സീതാദേവിയെയും ആ വായുദേവൻ ഹനുമാനെ കാണിച്ചു കൊടുത്തു. ഉപവനവും ഒരുതര തരുപ്രവരങ്ങളോ ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയോ ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലേ താൻ കൃഷഗാത്രിയായത്രയും. ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും. നിശിചരികൾ നടുവിൽ അടലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിടവിവര ശിരസിനെ പിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. ആ മരത്തിൻ്റെ മുകളിൽ ഇലകളുടെ ഇടയിൽ ഉറിഞ്ഞിൽ വളരെ കൃമി സദൃശം ഒരു പുഴുവിൻ്റെ അത്ര രൂപമെടുത്തുകൊണ്ടാണ് ഹനുമാൻ. വളരെ ചെറിയ രൂപത്തിലാണ്. ഉടൽ കടുകിനോട് സമമിടത്തുകാൽ മുമ്പിൽ വെച്ചതല്ലേ പറഞ്ഞേ കടന്നിരിക്കുന്നത്. വളരെ അതിചെറിയ ശരീരം എടുത്തുകൊണ്ടാണ് കൃമി സദൃശമായിട്ടാണ് ഹനുമാൻ ലങ്കയിലെത്തിയത്. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് സീതാദേവി കണ്ടു. ആ വൃക്ഷത്തിൻ്റെ ഇലകളുടെ ഇടയിൽ മറഞ്ഞിരുന്നു. പിന്നെ ഉള്ള രംഗങ്ങളൊക്കെ സീതാദേവിയെ കണ്ട് തൃപ്തിയായി. ആ ഭഗവാന്റെ കാര്യം ഞാൻ സാധിച്ചല്ലോ, കൃതാർത്ഥനായി എന്നുള്ളത് പറയുന്നതാണ്.
നിശിചരികൾ നടുവിൽ അഴലൊടുമൊരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടവിവര ശിരസിനി പിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ. ദിവസകരകുലപതി രഘുത്തമൻ തന്നോട് ദേവിയാം സീതയെ കണ്ടു കവീവരൻ. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്രയും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ആ ശ്രീരാമൻ്റെ കാര്യം സാധിച്ചെന്നുള്ള കൃതാർത്ഥത ഹനുമാൻ ദേവിയെ കണ്ടു. സീതാദേവി എങ്ങനെയിരിക്കുന്നു ദുഃഖിച്ച് ആ രാമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സീതയാണ് ഹനുമാൻ കണ്ടത്. ആ സമയത്ത് രാവണൻ്റെ വരവാണ്. ഇതി പലവും അകതളിരിലോർത്തു കവീവരനിത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശൂചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതേ സപതി കിസലയ ചലയ നിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിബുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ. അസുരസുര നിശിചരവരാംഗന വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും. ദശവദനനവരതമകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനീയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത്പദാംബുജേ. വരദനജനമരോമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജമെനിക്കുന്നു കിട്ടുന്നു. അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോതീടിനേൻ. അതിനുമൊരു പരിഭവമോടുടറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിക മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാലതീനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. സതതം അകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനകതിലകവചനേന രാത്രൗ വരും കശ്ചിൽ കവീവരൻ കാമരൂപാന്വിതൻ. കൃപയൊടൊരു കൃമിസദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരാമന്യുഷ്യ നിശ്ചലം. തരുതികര വരശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലം അവളോട് ബത പറഞ്ഞടയാളവും ആശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം. അതു പൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാഗ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവനശേഷമറിയിച്ചു രാമനോമിങ്ങു കോപിച്ചുടനെ വരും. രണശിരസി സുഖമരണമതി നിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ഥാവിധോ മമ പാർക്കയില്ലേതുമേ. സുരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കോ ചില കാലമൊക്കണം. നിജമനസി പലവുമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിയേ വലയ കടകാംഗത നൂപുര കാഞ്ചിമുഖാഭരണാരവ മന്ദികേ. വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമമ്മാറു കണ്ടു പുരോഭുവി. വിബുധരിപു നിശിചരകുലാധിപൻ തൻവരവെത്രയും ഭീതയായി വന്നിതു സീതയും. ആഭരണങ്ങളുടെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് സീതാദേവി തല ഉയർത്തി നോക്കിപ്പോ രാവണന്റെ വരവ് കണ്ടു, ഭയപ്പെട്ടു. ഉരസിജവും ഒരു തുടകളാൽ മറച്ചാതിപുണ്ടുത്തമാംഗം താഴ്ത്തിവേ ബധൂഗാത്രിയായി. നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ. ദശവദനനയുഗസര പരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നേടിനാൻ. രാവണൻ കാമപാരവശ്യത്തോടുകൂടി സീതയോട് അപേക്ഷിക്കുകയാണ്. അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോട് ചൊല്ലിയിടിനാൻ. ശൃണു സുമുഖേ തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ. നിഖില ജഗദധിപമസുരേഷമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതികുതുകമൊടുമൊന്നു നോക്കിയിടുമാം ത്വൽഗത മാനസ നിന്നറിയെന്നെ നീ.
ഭവതേ തവ രമണമപേ ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴിടോ പല സമയം അഖിലദിശി നന്നായി തിരകിലും ഭാഗ്യവതാമപേ കണ്ടുകിട്ടാപരം സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ലോർത്താൽ ഒരു ഗുണമില്ലവനോമലേ സുദൃഢമനവരതമുപകൂഹനം ചെയ്യിലും സുഭ്രു സുചിരമരീകേ വസിക്കിലും തവ ഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലില്ലവനേതുമേ ശരണം അവനൊരുവരുമൊരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ നിഖില വനചര നിവഹ മധ്യസ്ഥതൻ വൃഷൻ നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ സ്വപജനും ഒരവനിസുരവരനും അവനൊക്കുമേശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ ഭവതിയെയും അകതളിരിൽ അവനികമതന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനീമതി ത്വയി വിമുഖനവനനിശമതിനു നഹി സംശയം ത്വദ്ധാസദാസോഹമത്യഭജസ്വമാം കരഗതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാജത്തെ എന്തു കാക്ഷിക്കുന്നിതോമലേ സുരതനുജ ദിജഭുജകാപ്സരോ ഗന്ധർവസുന്ദരീ വർഗം പരിചരിക്കും മുദാ നിയതമതി ഭയസഹിതമമിത ബഹുമാനേന നീമൽ പരിഗ്രഹമായി മരുവീടുകിൽ കളയരുത് സമയമിക ചെറുതോ വെറുതേ മമ കാന്തേ കളത്രമായി വാഴ്ക നീ സന്തതം കളമൊഴികൾ പലരുമിക വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷഗുണമിക മനസ്സി കരുതു പുരുഭൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറിയുകമാം സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹമുഖേ ചരണകമലപതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം വിവിധമിതി ദശവദനനുസരണപൂർവകം വീണൂതൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനുടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ സവിതൃകുലതിലകനിൽ അതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതി വിനയമൊടു ശുനീവഹ വിരധ്വരേ സാഹസത്തോടുമാം കട്ടുകൊണ്ടീലയോ. ഇങ്ങനെയാണ് നായ ഹവിസ് കട്ടുകൊണ്ടു പോകുന്നത്. അതുപോലെയല്ലേ നീയെ എന്നെ അപഹരിച്ചു കൊണ്ടുപോയത്. ദശവദന സുദൃഢം അനുചിതമിതു നിനയ്ക്കു നീ തൽഫലം നീ താൻ അനുഭവിക്കും ദൃഢം. ദശരഥജ നിശിതശരദലിത വപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും. രഘുജനനതിലകൻ ഒരു മനുജനിധി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റമ്പലാൽ. ഒരു മനുഷ്യനൊഴികെ മറ്റൊന്നാളും മരിക്കരുതെന്നാണ് ബ്രഹ്മാവിനോട് വരം. ഒരു മനുഷ്യൻ്റെ കൈ കൊണ്ടാണ് അത് ഓർത്തോളൂ. ആ ശ്രീരാമൻ ഒരു മനുഷ്യനാണെന്ന് ഓർത്തോളൂ, നിന്റെ മരണം നിശ്ചയമാണെന്ന് പറയുകയാണ് ദേവി സീത. രഘുജനനതിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജാ നിനക്കു തോറ്റമ്പലാൽ. ലവണ ജലനിധിയെ രഘുതിലകനാശ്രമം ലംഘനം ചെയ്യൂ മതീനില്ല സംശയം. ലവസമയമൊട് നിശിത വിശിഖപരപാതേന ലംഘയും ഭസ്മമാക്കിയിടൂമരക്ഷണാൽ. സഹജ സുത സജീവ ബലപതികളൊടുകൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനവന നിപുണതരൻ അവനിഭരനാശനൻ അദ്യദാതാവപേക്ഷിച്ചതു കാരണം. അവതരണം അവനിതലമതിലതീതയാപരനാശു ചെയ്തിടിനാൻ നിന്നെ ഒടുക്കുവാൻ. ജനക നൃപവരനുമകളായി പിറന്നേനഹം ചെമ്മേയതിനൊരു കാരണഭൂതയായി. അരികതവ മനസി പുനരിനി വിരവോടു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ. ഇതിമിതിര നൃപതിമകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൊരു ദശാനനൻ. അതീച്ച പലതരഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനൂങ്ങിനാൾ. അതു പൊഴുതിലധികരുണയോടു മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ. സീതാദേവിയുടെ പരുഷ വാക്കുകൾ കേട്ടിട്ട് കോപം വന്ന ആ രാവണൻ തൻ്റെ കരവാളം, കയ്യിലുള്ള വാളം, ചന്ദ്രഹമസം എന്നുള്ള വാളം എപ്പോഴും കയ്യിലുണ്ട്. അതുകൊണ്ട് ദേവിയെ വെട്ടിക്കൊല്ലാൻ നോക്കിയപ്പോൾ കൂടെ മണ്ഡോദരിയുണ്ട്. മയൻ്റെ പുത്രിയാണ് മണ്ഡോദരി. മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ. ഒഴികൊഴിക ദശവദന ശൃണുമമ വജോ ഭവാനോ ഒല്ലാത കാര്യമോരായിക മൂഢപ്രഭോ.
ത്യജമനുജതരുണിയൊരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച ദീപകൃശാംഗിയായി പതിവിരഹ പരവശതേടുമിഹ പരാലയെ പാർത്തുപാതീവൃത്യമാലംബ്യരാഘവം പകലിരവോ നിശിചരികൾ നടു പരുഷഭജനം കേട്ടുപാരം വശം കെട്ടിരിക്കുന്നിതൂമിവൾ ദുരിതമിതിലധികമിഹ നഹി നഹി സുദുർമദേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാപിഭൂ സുരതനുജതിജപുജകാപ്സരോ ഗന്ധർവസുന്ദരീ വർഗം നിനക്കു വശഗതം ദശമുഖനുമധികജനനാശു മണ്ഡോദരീ ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടോ സദയം അവനു മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനകവചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകളവക അകതളിരടിച്ചെങ്കലാക്കുവേനമ്പോട് 2 മാസം പാർപ്പനിന്നിയും ഇതി രജനിചരികളോട് ദശവദനം പറഞ്ഞീർഷയോട് അന്തഃപുരം പൊക്കുമേ വിനാൻ അധികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശ ചൊല്ലിയിടിനാൾ ശൃണു വചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമുണുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടീനിതാനിം ദൃഢം. ആ കാവൽക്കാരി രാക്ഷസ സ്ത്രീകളെ സീതയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ത്രിജട എന്ന് പറഞ്ഞ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ്, അവരിലും നല്ലവരുണ്ടാവുമല്ലോ. പറയാണ് മറ്റ ശീലാവതിയെ നമസ്കരിക്കൂ. നമ്മൾ ഒരു സ്വപ്നം കണ്ടു ഞാൻ അത് പറയാം എന്ന് പറയാണ്. ത്രിജട കണ്ട സ്വപ്നം പറയുന്നു മറ്റുള്ള രാക്ഷസ സ്ത്രീകളോട്. സുഖരഹിത ഹൃദയമുടറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനിം ദൃഢം അഖില ജഗതധിപനഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന ഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസ രാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോട് മടിയിൽ വെച്ചാതരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ കുലിശധരരിബോധശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃതം തന്നിലെ തിലരസവുമുടൻ മുഴുവൻ അലിവിനുടനിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജ സഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മയം തീടിനേൻ. ശ്രീരാമന്റെ വിജയവും രാവണന്റെ പരാജയവും ആ സ്വപ്നത്തിൽ കണ്ടു ത്രിജട. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു ബീവിനാൻ. കലുഷിതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയുടെ വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവേളെ നിരാമയം. അതുവരെ നമ്മൾ ഇവളെ കാത്തുരക്ഷിക്കണം. രജനിചരയുവതികളിതി ത്രിജടാവജോരീതി കേട്ട് അത്ഭുത ഭീതി പൂണ്ടിയിടിനാർ. മറ്റുള്ള സ്ത്രീകളെ ത്രിജയുടെ വാക്ക് കേട്ട് അത്ഭുതവും ഭീതിയുമൊക്കെ തോന്നിയവർക്ക് മനസ്സിൽ പരവശതയുടറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ആ രാക്ഷസ്ത്രീകളെല്ലാവരും പരവശയത്തോടെ ഭയത്തോടുകൂടി കിടന്ന് ഉറങ്ങിയും തന്നെയല്ല സീതാദേവിയും ദുഃഖം കലർന്ന ആ രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹനുമാൻ ഇതെല്ലാം ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. സീതയുടെ ദുഃഖം കണ്ടിട്ട് ഹനുമാൻ വന്ന് ഇറങ്ങിയിട്ട് ശ്രീരാമൻ്റെ ചരിതം മനോഹരമായി പാടിക്കേൾപ്പിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത സർഗത്തിൽ പറയാം.